Hey fam, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ റാൻഡം വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് എനിക്ക് എന്താ പറയുക ഐഡിയ വന്ന അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് ഞാൻ ചെയ്യുമല്ലോ, ആ ഒരു കൂട്ടത്തിലുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു PR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോഴാണ് നോട്ടീസ് ചെയ്തത് നെയിൽസ് ഒക്കെ ആകെ അതായത് ഡള്ളായിരിക്കായിരുന്നു, നെയിൽ പോളിഷ് ഒക്കെ പൊളിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും കൂടി നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു നൈസ് ആയിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെയിൽ ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചിട്ട് ഒരു ഈസിയസ്റ്റ് നെയിൽ ആർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും വായിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഷെയ്ഡ്സ് ആണ് വേണ്ട, ഒരു ഡാർക്കർ ഷെയ്ഡും ഒരു ലൈറ്റ് ഷെയ്ഡും. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡും ആൻഡ് ലൈറ്റ് യെല്ലോ ഷെയ്ഡും ആണ് കേട്ടോ. അപ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എൻ്റെ ഒരു സജഷൻ എന്നുള്ള രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. സപ്പോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കോട്ട് അടിച്ചു കൊടുക്കുക. അതായത് ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടണം. ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ വരികയാണെങ്കിൽ ഒറ്റ കോട്ടിലൊന്നും ആ ഒരു എക്സാക്റ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് 2 or 3 തവണ, നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ 2 തവണ മതിയാവും. അപ്പോൾ ഞാൻ മെറൂൺ ആയതുകൊണ്ട് ഒരു 3 തവണ അടിച്ചിട്ടുണ്ടായി. കംപ്ലീറ്റ് ബ്ലർ ആയതുകൊണ്ടാണ് ഞാൻ തിരിച്ചും കാണിക്കാതിരുന്നത്. അതിനുശേഷം ഇൻ ബിറ്റ്വീൻ ക്യാമറ നോക്കി ഇതിൽ നോക്കി അങ്ങനെയൊക്കെ നോക്കിയപ്പോഴേലും കംപ്ലീറ്റ് മെസ്സായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ഓൾറെഡി നിങ്ങൾ ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മളുടെ മെയിൻ സ്റ്റെപ്പ്, അതായത് നമ്മളുടെ നെയിൽ ആർട്ടിലോട്ടേക്ക് കടക്കാൻ പോവാണ്. ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡ് എടുക്കാൻ പോവാണ്. അതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാനുള്ള പീരീഡ് കൊടുക്കുക. അല്ലെങ്കിൽ കംപ്ലീറ്റ് മെസ്സാവും നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോഴേലും. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ കിടക്കുകയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് കയ്യിൽ ഇതേപോലെ ഒരു സ്വാച്ച് വരഞ്ഞു കൊടുക്കുക. ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നഖം ഉള്ളോട്ടേക്ക് പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ നഖത്തിൻ്റെ ടിപ്സിൽ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. അപ്പോൾ ഈവൻ സപ്പോസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്നെസ്സിൽ വേണമെങ്കിൽ നന്നായിട്ട് ഉള്ളോട്ടേക്ക് പ്രസ് ചെയ്യുക, നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മളുടെ അതായത് കളർലെസ് നെയിൽ പോളിഷ് ഉണ്ടാവില്ല, അത് മേലെ മുഴുവനായിട്ട് ഈ ഒരു നെയിൽ പോളിഷ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിനു ശേഷം അത് മേലെ നമുക്ക് ചുമ്മാ ഒന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നാളെ ലാസ്റ്റിംഗ് ആയിരിക്കും. ഒരു ഈസി ആയിട്ടുള്ള ഒരു ഗോ ടു നെയിൽ ആർട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ബൈ.